എ ശ്രീധരമേനോന്റെ കേരള ചരിത്രം ഭാഗം 31 അധ്യായം 13 കോഴിക്കോട് ആദ്യത്തെ സാമൂതിരിമാരുടെ കീഴിൽ. മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലും മധ്യകാലത്ത് സുപ്രധാനമായ ഒരു ശക്തിയായിരുന്നു കോഴിക്കോട്. കോഴിക്കോടിന്റെ ഭരണാധികാരികളായ സാമൂതിരിമാർ സംസ്കാര സമ്പത്തിലും മറ്റ് സിദ്ധികളിലും കേരളീയ രാജാക്കന്മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്നു. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചെപ്പേടുകളിലെ സാക്ഷിയായ ഏറനാട് ഉടയവരുടെ പിന്മുറക്കാരാണ് ഇവർ. സാമൂതിരിമാരുടെയും കോഴിക്കോടിന്റെയും ആവിർഭാവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം കേരളോൽപ്പത്തിയിൽ പറയുന്നുണ്ട്. കേരളം പകുത്ത് സ്നേഹിതന്മാർക്കും ബന്ധുക്കൾക്കും നൽകിയിട്ട് മക്കത്ത് പോയെന്ന് പറയുന്ന അവസാനത്തെ പെരുമാൾ നെടിയിരിപ്പിലെ മാണിക്യനെന്നും വിക്കിരനെന്നും പേരുള്ള 2 ഏറാടി സഹോദരന്മാർക്ക് ഒരു ചെറിയ ദേശവും തൻ്റെ ഒടിഞ്ഞ വാളും ഉടഞ്ഞ ശംഖും കൊടുത്തിട്ട് ചത്തും കൊന്നും കീഴടക്കിയും ചക്രവർത്തിയായി മലനാടടക്കി വാഴുക എന്ന് ഉപദേശിക്കുകയുണ്ടായത്രേ. ഈ കഥ ഏതായാലും ചരിത്രാധിഷ്ഠിതമല്ല. കോഴിക്കോടിന്റെ ഉത്ഭവം. 13-ാം ശതകം വരെ കോഴിക്കോട് ഒരു മികച്ച തുറമുഖവും സുശക്തമായ ഒരു രാജ്യത്തിന്റെ ആസ്ഥാനവുമായിരുന്നില്ല. കുലശേഖര സാമ്രാജ്യത്തിന്റെ നാശത്തിന് തൊട്ടിപ്പുറമുള്ള കാലഘട്ടത്തിൽ കോഴിക്കോടും സമീപ പ്രദേശങ്ങളും പോർലാതിരിയുടെ ഭരണത്തിലിരുന്ന പോളനാട്ടിന്റെ ഭാഗമായിരുന്നു. കടലിന് വളരെ ദൂരെയായി കരയുടെ തടങ്കലിൽ കഴിയുകയായിരുന്ന ഏറനാട്ടെ നെടിയിരിപ്പിലെ ഏറാടികൾ കടലിലേക്ക് ഒരു പ്രവേശനമാർഗം കണ്ടുപിടിക്കാനും അങ്ങനെ സമുദ്രവാണിജ്യത്തിൽ നേരിട്ട് പങ്കെടുക്കാനും ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഏറാടികൾ തങ്ങളുടെ നായന്മാരുമായി പന്നിയങ്കരയ്ക്ക് മുന്നേറി പോർലാതിരിയുടെ ആസ്ഥാനം പലപ്പോഴായി വളഞ്ഞു. ഈ യുദ്ധം ഏതാണ്ട് അരനൂറ്റാണ്ടോളം നീണ്ടുനിന്നു. ഏറാടികളെ കോട്ടയം നാടുവഴിയും പോർലാതിരിയെ കോലത്തിരിയും സഹായിച്ചു. യുദ്ധം കലാശിച്ചത് ഏറാടികളുടെ വിജയത്തിലായിരുന്നു. പോർലാതിരി രാഷ്ട്രീയാഭയം തേടി കോലത്തുനാട്ടിലേക്ക് ഓടിപ്പോയി. യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ പോർലാതിരിയുടെ മന്ത്രി ഏറാടികളുടെ പക്ഷം ചേരുകയും അതിന് പാരിതോഷികമായി അവർ അയാൾക്ക് ഏറനാട്ടുമേനോൻ എന്ന സ്ഥാനവും വടക്കുംപുറം നായന്മാരുടെ നായകത്വവും അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. പോളനാട് പിടിച്ചടക്കിയതോടെ ഏറാടികൾ അവരുടെ ആസ്ഥാനം നെടിയിരിപ്പിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റി. അവർ പുതുതായി നേടിയ പ്രദേശങ്ങളുടെ സുരക്ഷിതത്വം കരുതി വേളാപുരം എന്ന സ്ഥലത്ത് കോട്ടയും ഒരു കൊട്ടാരവും നിർമ്മിച്ചു. ഈ കോട്ടയിൽ നിന്നുമായിരിക്കാം കോഴിക്കോട് കോയിൽക്കോട്ട എന്ന സ്ഥലനാമത്തിന്റെ ഉൽപ്പത്തി. ഏറാടികൾക്ക് നെടിയിരിപ്പുമായി നേരത്തെ ഉണ്ടായിരുന്ന ബന്ധത്തെ ആസ്പദമാക്കി കോഴിക്കോട്ട് രാജവംശത്തെ നെടിയിരിപ്പ് സ്വരൂപമെന്നും വിളിച്ചുപോന്നു. സാമൂതിരി എന്ന പേരിലാണ് കോഴിക്കോട്ടു രാജാക്കന്മാർ പൊതുവെ അറിയപ്പെടുന്നത്. സാമൂതിരിയെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്നത് ഇബ്നു ബത്തൂത്തയുടെ 1342-1347 വിവരണങ്ങളിലാണ്. 13-ാം ശതകത്തിന്റെ ഒടുവിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏലി രാജ്യത്തെക്കുറിച്ച് പറയുകയും കോഴിക്കോടിനെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്യുന്നത് കോഴിക്കോട് കേരളക്കരയിലെ ഒരു രാഷ്ട്രീയ ശക്തിയായി തീർന്ന കാലം നിർണ്ണയിക്കാൻ സഹായകമായ ഒരു സൂചനയാണ്. സാമൂതിരിമാരുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ പരിഗണനീയമായ ഒരു ശക്തിയായി ഉയരുന്നത് 14-ാം ശതകത്തിന്റെ ആരംഭത്തിലാണെന്ന് തോന്നുന്നു. സാമൂതിരിമാരുടെ അധികാരവും പ്രതാപവും അനുക്രമം വികസിക്കുകയും അവർ മലയ്ക്കും കടലിനും ഇടയ്ക്കുള്ള രാജ്യത്തിന്റെ അധിനായകൻ എന്നർത്ഥമുള്ള കുന്നലക്കോനാതിരി, ശൈലാബ്ദീശ്വരൻ എന്നീ ബിരുദങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. തുറമുഖ നഗരമായ കോഴിക്കോടിന്റെ അധിപനാകയാൽ പൂന്തുറക്കോൻ എന്നും സാമൂതിരിയെ വിളിച്ചുപോന്നു. ഏർലാതിരി എന്നും നെടിയിരിപ്പ് മൂപ്പൻ എന്നും കൂടി സാമൂതിരിക്ക് പേരുകളുണ്ട്. സാമൂതിരിയുടെ ഉയർച്ചയും കോഴിക്കോടിന്റെ വളർച്ചയും പരസ്പരം സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളായിരുന്നു. സാമൂതിരിമാരുടെ ഭരണത്തിൽ കോഴിക്കോട് പെട്ടെന്ന് കേരള തീരത്തിലെ ഒരു മികച്ച തുറമുഖമായി വളർന്നു. കേരളത്തിന്റെ കയറ്റുമതി ചരക്കുകളായ കുരുമുളകും ഏലവും തുണിത്തരങ്ങളും ഇവിടെ നിന്ന് ധാരാളം വിദേശങ്ങളിലേക്ക് അയച്ചു. സാമൂതിരി കോഴിക്കോട്ട് തുറമുഖത്തെ ഒരു സ്വതന്ത്ര തുറമുഖമായി പ്രഖ്യാപിക്കയാൽ കോഴിക്കോടുമായി വാണിജ്യബന്ധമില്ലാത്ത വിദേശ കപ്പലുകളും അവിടെ നിർബാധം അടുത്ത് വെള്ളവും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റും സംഭരിക്കാനുള്ള സൗകര്യം പ്രയോജനപ്പെടുത്തി പോന്നു. ഇതിന്റെ ഫലമായി സാമൂതിരി വിശാല മനസ്കനും നീതിമാനുമാണെന്ന കീർത്തി ദേശാന്തരങ്ങളിൽ പോലും പരക്കുകയും അസംഖ്യം വിദേശ വ്യാപാരികൾ കോഴിക്കോട്ടെത്തുകയും ചെയ്തു. കോഴിക്കോടുമായി വാണിജ്യം നടത്തിയ വിദേശീയരിൽ അറബികളും ചീനക്കാരുമാണ് മുന്നിട്ടു നിന്നത്. ചീനക്കാർ ഒരു ചെറിയ വാസസങ്കേതം തന്നെ കോഴിക്കോട് നഗരത്തിൽ സ്ഥാപിച്ചു.
ചീനക്കോട്ട എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അറബികളും ചീനക്കാരും തമ്മിലുണ്ടായിരുന്ന വാണിജ്യ മത്സരത്തിൽ ആദ്യത്തെ കൂട്ടരോടായിരുന്നു സാമൂതിരിക്ക് അനുഭാവം. അദ്ദേഹം അവർക്ക് വിശേഷ ആനുകൂല്യങ്ങൾ നൽകി. തൽഫലമായി കോഴിക്കോട്ടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും കുത്തക അറബികൾക്കായി തീർന്നു. കോഴിക്കോട്ട് നിരന്തരം നടന്ന വാണിജ്യമായിരുന്നു സാമൂതിരിയുടെ ഭണ്ഡാരം നിറച്ചതും അയൽ രാജ്യങ്ങൾ ആക്രമിച്ച് രാജ്യം വികസിപ്പിക്കാനുള്ള രാഷ്ട്രീയ അഭിലാഷം അദ്ദേഹത്തിൽ ആളിപ്പടർത്തിയതും. അറബികൾ സ്വന്തം താൽപ്പര്യം പരിഗണിച്ച് കപ്പലുകൾക്ക് പുറമെ കുതിരകളെയും പടയാളികളെയും നൽകി യുദ്ധങ്ങളിൽ സാമൂതിരിയെ സഹായിച്ചു. സാമൂതിരിയുടെ ആദ്യകാല ആക്രമണങ്ങളും വിജയങ്ങളും. സാമൂതിരി കോഴിക്കോട്ട് തന്റെ പ്രവർത്തനാടിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അയൽനാടുകളെ സ്വാധികാരത്തിൽ കൊണ്ടുവരാൻ ഒരാക്രമണ പരമ്പര തന്നെ നടത്തി. ബേപ്പൂർ രാജാവും പരപ്പനാട്ട് രാജാവും വെട്ടത്ത് രാജാവും സാമൂതിരിയുടെ ആധിപത്യം കാലേക്കൂട്ടി അംഗീകരിച്ചു. കുറുമ്പ്രനാട്ട് രാജാവും പയ്യോർമല നായകന്മാരും സമീപ പ്രദേശങ്ങളിലെ മറ്റു നാടുവാഴികളും അവരെ പിന്തുടർന്നു. ആക്രമണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ സാമൂതിരിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും പ്രബലനായ ശത്രു തെക്കേ മലബാറിലെ വള്ളുവക്കോനാതിരിയായിരുന്നു. അദ്ദേഹത്തിന്റെ നാട്ടിൽപ്പെട്ടിരുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായ സ്വന്തമാക്കുകയായിരുന്നു സാമൂതിരിയുടെ അടിയന്തരമായ ലക്ഷ്യം. 12 വർഷത്തിലൊരിക്കൽ വള്ളുവനാട്ട് രാജാവിന്റെ അധ്യക്ഷതയിൽ മാമാങ്കം മാഘമകം കൊണ്ടാടാറുണ്ടായിരുന്ന തിരുനാവായയ്ക്ക് അതിമഹത്തായ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഐതിഹ്യപ്രകാരം ചേര ചക്രവർത്തിയായിരുന്നു മുൻപ് മാമാങ്കത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നത്. ഇപ്പോൾ ആ സമുന്നത ബഹുമതി വള്ളുവക്കോനാതിരിക്ക് ലഭിച്ചത് കേരളത്തിലെ രാജാക്കന്മാരിൽ വിശേഷിച്ചും സാമൂതിരിയിൽ കലശലായ അസഹിഷ്ണുത വളർത്തിയിരുന്നു. തിരുനാവായ മാത്രമല്ല, മാമാങ്കത്തിന്റെ സംപൂജ്യമായ അധ്യക്ഷ പദവി കൂടി പിടിച്ചടക്കുക എന്നതായിരുന്നു സാമൂതിരിയുടെ വള്ളുവനാട് ആക്രമണത്തിന്റെ ഉദ്ദേശം. പന്നിയൂർ ഗ്രാമത്തിലെയും ചൊവ്വര ഗ്രാമത്തിലെയും നമ്പൂതിരിമാർ തമ്മിൽ നിലനിന്ന ഒരിക്കലും ഒടുങ്ങാത്ത അഭിപ്രായ വ്യത്യാസം അക്കാലത്തെ കേരളീയ രാജാക്കന്മാരുടെ അധികാര മത്സരത്തിന് പുതിയ ഒരു കാരണം കൂടി സൃഷ്ടിച്ചു. കൂറുമത്സരം എന്നറിയപ്പെടുന്ന ഈ കലഹം 2 ഗ്രാമക്കാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന നിലയിലാണ് ആരംഭിച്ചതെങ്കിലും അത് പെട്ടെന്ന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ശക്തികളും പങ്കെടുത്ത അധികാര സമരമായി വളർന്നു. സാമൂതിരി പന്നിയൂർ ഗ്രാമക്കാരെ പിന്താങ്ങി. വള്ളുവക്കോനാതിരിയും പെരുമ്പടപ്പ് രാജാവും ചൊവ്വര കക്ഷിയിലും ചേർന്നു. കൂറുമത്സരം അപ്രതീക്ഷിതമായി അക്രമാസക്തമാവുകയും ഇരു ഗ്രാമക്കാരും താന്താങ്ങളുടെ സംരക്ഷകന്മാരുടെ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. പന്നിയൂർ കൂറിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന തിരുമനശ്ശേരി നമ്പൂതിരിയുടെ ദേശങ്ങൾ വള്ളുവക്കോനാതിരിയും പെരുമ്പടപ്പ് രാജാവും ചേർന്ന് ആക്രമിച്ചത് ഒരു പ്രതിസന്ധി ഘട്ടത്തിന് കാരണമായി. ഈ ആക്രമണത്തിനെതിരെ നമ്പൂതിരി സാമൂതിരിയുടെയും വെട്ടത്ത് രാജാവിന്റെയും സഹായം തേടി. സഹായത്തിന് പ്രതിഫലമായി പൊന്നാനി പ്രദേശം സാമൂതിരിക്ക് വിട്ടുകൊടുക്കാമെന്ന് നമ്പൂതിരി വാഗ്ദാനവും ചെയ്തു. കൂറുമത്സരത്തിൽ സജീവമായി ഇടപെടാൻ കിട്ടിയ ഈ അവസരം സാമൂതിരി വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി. സാമൂതിരിയുടെ ആക്രമണ പരിപാടികളെ അറബി കച്ചവടക്കാർ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തു. സാമൂതിരിയും ഏറാൾപ്പാടും യുവരാജാവ് കോഴിക്കോട്ട് സൈന്യത്തെ നേരിട്ട് നയിച്ചു. സാമൂതിരിയും ഏറാൾപ്പാടും യുവരാജാവാണ് കോഴിക്കോട്ട് സൈന്യത്തെ നേരിട്ട് നയിച്ചു. സാമൂതിരിയുടെ പട വടക്കുകൂടി തൃപ്പങ്ങോട്ടെത്തി താവളമടിച്ചപ്പോൾ ഏറാൾപ്പാട് കടൽ വഴി പൊന്നാനിയിലെത്തി ഭാരതപ്പുഴ കടന്ന് തിരുനാവായയുടെ മറുകരയിൽ സ്ഥാനമുറപ്പിക്കുകയുണ്ടായി. വള്ളുവക്കോനാതിരിയെ സംഭ്രാന്തനാക്കിക്കൊണ്ട് സമരം അങ്ങനെ തുടർന്നു. അധികം വൈകാതെ അദ്ദേഹം തിരുനാവായ കൈവിടാൻ നിർബന്ധിതനായി. സാമൂതിരി വിജയപൂർവ്വം തിരുനാവായയിൽ പ്രവേശിച്ച് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷൻ എന്ന സമുന്നത സ്ഥാനം ഏറ്റെടുത്തു. സാമൂതിരിയുടെ തിരുനാവായ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹവും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള രൂക്ഷമായ മത്സരത്തിന്റെ ഒരു കാലഘട്ടം പിറന്നു. തിരുനാവായ നഷ്ടപ്പെട്ടത് വള്ളുവക്കോനാതിരിയുടെ ശക്തിക്കും പ്രതാപത്തിനും ഏറ്റ ഒരു മാരകപ്രഹരമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈന്യത്തെ കോഴിക്കോട്ട് സൈന്യം നിർദ്ദയം ഓടിക്കുകയും ചെയ്തു. സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിലുള്ള യുദ്ധം 13-ാം ശതകത്തിന്റെ അവസാനത്തിലും തുടരുന്നതായി ആ കാലത്തുണ്ടായ ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. സാമൂതിരിയുടെ മേൽപ്പറഞ്ഞ ആക്രമണങ്ങളും വിജയങ്ങളും ഉണ്ടായത് 12ഉം 13ഉം ശതകങ്ങളിലാണെന്ന് ഇന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. തിരുനാവായയിലുണ്ടായ വിജയത്താൽ പ്രചോദിതനായ സാമൂതിരി അദ്ദേഹത്തിന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. താമസിയാതെ അദ്ദേഹം നിലമ്പൂർ, മഞ്ചേരി, മലപ്പുറം, വെങ്കടക്കോട്ട, കോട്ടയ്ക്കൽ എന്നീ നാടുകൾ തന്റെ സ്വാധീന വലയത്തിലാക്കി.
വള്ളുവക്കോനാതിരിക്കും പാലക്കാട്ട് രാജാവിനും തരൂർ സ്വരൂപം ഇടയ്ക്കുണ്ടായിരുന്ന ഒരു നെടുങ്ങനാടും അദ്ദേഹം പിടിച്ചടക്കി. പുതുതായി പിടിച്ചടക്കിയ നാടുകളുടെ ഭരണത്തിന് കരിമ്പുഴ ആസ്ഥാനമാക്കി ഏറാൾപ്പാടിനെ നിയോഗിച്ചു. തലപ്പിള്ളി ആക്രമണം. സാമൂതിരിയുടെ അടുത്ത നീക്കം തലപ്പിള്ളി രാജാക്കന്മാരുടെ നാടുകളിലേക്കായിരുന്നു. അന്ന് തലപ്പിള്ളി രാജാക്കന്മാരുടെ ഭരണത്തിലായിരുന്നു ഇന്നത്തെ തലപ്പിള്ളി താലൂക്കും പൊന്നാനി മുതൽ ചേറ്റുവ വരെയുള്ള തീരദേശവും. സാമൂതിരിയുടെ രൂക്ഷമായ ആക്രമണത്തിന് മുൻപിൽ തലപ്പിള്ളി രാജാക്കന്മാർ എതിർപ്പൊന്നുമില്ലാതെ കീഴടങ്ങി. അവരിൽ പ്രധാനിയായ പുന്നത്തൂർ രാജാവിനെ സാമൂതിരി തന്റെ രാജ്യകാര്യാലോചനാ സമിതിയിൽ അംഗമാക്കുകയും അദ്ദേഹത്തിന് സാമൂതിരിമാരുടെ അരിയിട്ടുവാഴ്ചയിൽ കിരീടധാരണത്തിൽ സന്നിഹിതനാകാനുള്ള അവകാശം നൽകുകയും ചെയ്തു. സാമൂതിരി അടുത്തതായി വള്ളുവനാടിന്റെ ഭാഗമായി പൊന്നാനി മുഴുവൻ പിടിക്കുകയും പെരുമ്പടപ്പ് സ്വരൂപത്തെ വന്നേരിയിലെ ചിത്രകൂടത്തിൽ നിന്ന് തിരുവഞ്ചിക്കുളത്തേക്ക് ആസ്ഥാനം മാറ്റാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ സാമൂതിരി വള്ളുവനാട് ആക്രമണത്തിൽ മുസ്ലിങ്ങളുടെ സഹായം സ്വീകരിച്ചതിന്റെ പേരിൽ നമ്പൂതിരിമാർ പൊതുവെ അദ്ദേഹത്തിന്റെ ശത്രുക്കളായി. അവർ ചൊവ്വരക്കൂറിന്റെ നേതാക്കളായ പെരുമ്പടപ്പുകാരുടെ വശം ചേർന്നു. 14-ാം ശതകത്തിൽ സാമൂതിരി കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കി. മധ്യകേരളത്തിൽ ഒരു തരം സർവാധിപത്യം തന്നെ സ്ഥാപിച്ച ആ ശതകത്തിന്റെ ഒടുവിൽ തിരുവഞ്ചിക്കുളത്തിനടുത്തുള്ള തൃക്കണാമതിലകം സാമൂതിരിക്ക് അധീനമായി കഴിഞ്ഞതായും ഏറാൾപ്പാട് അവിടെ വാസമുറപ്പിച്ചതായും AD 1400-നടുത്തുണ്ടായ കോക സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂതിരി സൈന്യത്തിന്റെ ഭീഷണിയാൽ പെരുമ്പടപ്പ് സ്വരൂപം 1405-നടുത്ത് തിരുവഞ്ചിക്കുളത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റി. കൊച്ചിയുമായുള്ള സംഘട്ടനത്തിന്റെ ആരംഭം. കൊച്ചിയും കോഴിക്കോടും തമ്മിലുള്ള ഗംഭീര സംഘട്ടനം 14-ാം ശതകത്തിലാണ് ആരംഭിക്കുന്നത്. പെരുമ്പടപ്പിന്റെ ആഭ്യന്തര മത്സരമാണ് കൊച്ചിയുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ സാമൂതിരിക്ക് സന്ദർഭമുണ്ടാക്കി കൊടുത്തത്. അന്ന് കൊച്ചി ഭരിച്ചത് ഇളയ താവഴിയിലെ രാജാവായിരുന്നു. ഈ താവഴിക്കെതിരായി മൂത്ത താവഴി സാമൂതിരിയുടെ സഹായത്തിന് അപേക്ഷിച്ചു. സാമൂതിരി ആ അപേക്ഷ സ്വീകരിച്ച് തന്റെ സൈന്യത്തെ കൊച്ചിയിലേക്ക് നയിക്കുകയും നാടുവാണുകൊണ്ടിരുന്ന രാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ തൃശൂർ കൊട്ടാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അനന്തരം മൂത്ത താവഴിയിലെ രാജാവിനെ സിംഹാസനത്തിൽ വാഴിച്ചു. പുതിയ രാജാവ് സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുകയും ആണ്ടുതോറും കപ്പം കൊടുത്തുകൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു. കൂടാതെ കോഴിക്കോട്ട് സൈന്യത്തിന് സ്ഥിരമായി പടയാളികളെ അയച്ചു കൊടുക്കാമെന്നും കൊച്ചിയിലെ കുരുമുളകും മറ്റ് ചരക്കുകളും കോഴിക്കോട്ട് തുറമുഖത്തുകൂടി മാത്രമേ വ്യാപാരം നടത്തുകയുള്ളൂ എന്നും കരാറു ചെയ്യുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഇടപ്പള്ളിയിലെയും കൊടുങ്ങല്ലൂരെയും രാജാക്കന്മാർ സാമൂതിരിയെ സഹായിച്ചു. കോഴിക്കോട്ടെ മുസ്ലിം വ്യാപാരികൾ ആളും ആയുധവും എത്തിക്കുകയും ചെയ്തു. ഇതുകൊണ്ടാണ് കൊച്ചി രാജാവിന്റെ മേൽ ഈ മട്ടൊരു വിജയം നേടാൻ സാമൂതിരിക്ക് സാധിച്ചത്. തൃശൂരെ വിജയത്തിന് ശേഷം അദ്ദേഹം പാലക്കാട്ട് രാജാവിന്റെ നടുവട്ടം ആക്രമിച്ച് കീഴ്പ്പെടുത്തി. നടുവട്ടം വിജയപൂർവ്വം ആക്രമിച്ച് കീഴടക്കിയ കുതിരവട്ടത്ത് നായരെ സാമൂതിരി ആ പ്രദേശത്തിന്റെ ഭരണാധികാരിയാക്കി. വേങ്ങനാട്ട് നമ്പിടിമാരുടെ കൊല്ലങ്കോടും സാമൂതിരിയുടെ അധികാരത്തിൽ വന്നു. ഇങ്ങനെ 1498-ൽ പോർച്ചുഗീസുകാർ കേരളക്കരയിൽ വന്നിറങ്ങിയപ്പോൾ സുശക്തനായ ഒരു പരമാധികാര രാജാവായിരുന്നു സാമൂതിരി. കൊച്ചി രാജാവ് ഉൾപ്പെടെ ഉത്തര കേരളത്തിലെ ഒട്ടെല്ലാ നാടുവാഴികളും അദ്ദേഹത്തിന്റെ സാമന്തന്മാരായിരുന്നു. കോലത്തിരിയുമായുള്ള ബന്ധം. ഉത്തര കേരളത്തിലെ സുശക്തനായ കോലത്തിരി രാജാവിനെയും സ്വന്തം നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാമൂതിരിക്ക് കഴിഞ്ഞു. വാണിജ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ബദ്ധശത്രുക്കളായിരുന്നു ഈ രണ്ട് ഭരണാധികാരികളും. ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ നിവൃത്തിയില്ലെങ്കിലും അതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു പോരാറുള്ള ഒരു കഥയ്ക്ക് പ്രാധാന്യമില്ലാതില്ല. കോലത്തിരി രാജ്യത്തിന്റെ തെക്കൻ വിഭാഗമായ പന്തലായിനി കൊല്ലത്തിന്റെ ഭരണത്തിനു വേണ്ടി അവിടെ താമസമാക്കിയിരുന്ന കോലത്ത് നാട്ടിലെ ഒരു രാജകുമാരൻ ഒരിക്കൽ കോഴിക്കോട് സന്ദർശിച്ചപ്പോൾ സാമൂതിരി കോവിലകത്തെ ഒരു രാജകുമാരിയുമായി പ്രേമബന്ധത്തിലായി. രാജകുമാരി കാമുകനുമൊത്ത് പന്തലായിനി കൊല്ലത്തേക്ക് ഒളിച്ചോടി. വിവരമറിഞ്ഞപ്പോൾ കോപാകുലനായ സാമൂതിരി തന്റെ കുടുംബത്തെ അപമാനിക്കാൻ കോലത്തിരി കരുതിക്കൂട്ടി ചെയ്ത കാര്യമാണിതെന്ന് വിശ്വസിച്ചു. അദ്ദേഹം ഉടൻ തന്നെ പട പുറപ്പെടുകയും പന്തലായിനി കൊല്ലം വരെയുള്ള പ്രദേശങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. സാമൂതിരിയുടെ കുടുംബത്തിൽ രാജകുമാരിക്ക് അവകാശം നിഷേധിക്കപ്പെട്ടു.
ഏതായാലും സാമൂതിരിയുടെ നിർദ്ദേശപ്രകാരം കോലത്തിരി തൻ്റെ നാടിൻ്റെ വടക്കുഭാഗത്തുള്ള നീലേശ്വരത്ത് രാജകുമാരിക്ക് വാസസൗകര്യം ഏർപ്പെടുത്തുകയും അവരുടെ അധികാരത്തിൻ കീഴിൽ 3000 നായന്മാരെ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ രാജകുമാരിയിൽ നിന്നാണ് നീലേശ്വരം രാജകുടുംബത്തിൻ്റെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു. കോലത്തിരി തളിപ്പറമ്പ് ക്ഷേത്രത്തിലെ മേൽക്കോയ്മയുടെ ചില അവകാശങ്ങൾ സാമൂതിരിക്ക് സമ്മാനിച്ചു. ബലം പ്രയോഗിച്ച് തൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളും കോലത്തിരി സാമൂതിരിക്ക് വിട്ടുകൊടുത്തു. പോർച്ചുഗീസുകാരുടെ ആഗമനകാലത്ത് സാമൂതിരി ഇങ്ങനെ കോലത്തുനാടും തൻ്റെ സ്വാധീന പരിധിയിൽ ഒതുക്കി. സാമൂതിരിമാരുടെ ഭരണരീതി. സാമൂതിരിമാരുടെ കീഴിൽ കോഴിക്കോട്ട് നിലവിലിരുന്ന ഭരണം ഉദാരമായ തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു. രാജാവ് സ്വേച്ഛാധികാരിയായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാരം അതിരില്ലാത്തതായിരുന്നില്ല. രാജാവിന് പരമ്പരാഗതമായ നിയമങ്ങളെയും മന്ത്രിമാരുടെ ഉപദേശങ്ങളെയും ആദരിക്കേണ്ടതുണ്ടായിരുന്നു. സർവാധികാരിക്കാർ എന്ന് വിളിച്ചു പോന്നിരുന്ന 4 പ്രധാന മന്ത്രിമാരും കാര്യക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒട്ടേറെ സാധാരണ മന്ത്രിമാരും ഭരണകാര്യങ്ങളിൽ സാമൂതിരിയെ സഹായിച്ചു. മങ്ങാട്ടച്ചനായിരുന്നു പ്രധാനമന്ത്രിമാരിൽ പ്രമുഖൻ. രാജ്യഭരണ കാര്യങ്ങളിൽ എതിരില്ലാത്തതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമുന്നത സ്ഥാനം. അടുത്ത പദവി ധർമ്മോത്തു പണിക്കർക്കായിരുന്നു. അദ്ദേഹമായിരുന്നു പരമ്പരയാ സാമൂതിരിമാരുടെ ആയുധാചാര്യൻ. അരമന കളരിയുടെ മേൽനോട്ടവും അദ്ദേഹത്തിനായിരുന്നു. തിനയഞ്ചേരി ഇളയതും വരയ്ക്കൽ പാറനമ്പിയുമായിരുന്നു മറ്റ് 2 പ്രധാനമന്ത്രിമാർ. ഇവർ രണ്ടാളും പൂണൂൽക്കാരായതുകൊണ്ട് ചില പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു. സാമൂതിരിയുടെ രാജ്യം പല നാടുകളായി വിഭജിച്ചിരുന്നു. നാടുവാഴികളാണ് തലമുറയായി നാടിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കിപ്പോന്നത്. ഒരു നാടുവാഴി മാറി അനന്തരാവകാശി ഭരണം ഏറ്റെടുക്കുമ്പോൾ സാമൂതിരിക്ക് ഒരു തുക പുരുഷാന്തരമായി കൊടുക്കണമായിരുന്നു. ഓണം, വിഷു, മാമാങ്കം, അരിയിട്ടുവാഴ്ച മുതലായ വിശേഷ സന്ദർഭങ്ങളിൽ കാഴ്ചവെക്കുകയും വേണമായിരുന്നു നാടുവാഴികൾ. അവർ യുദ്ധകാലത്ത് പടയാളികളെ അയച്ച് സാമൂതിരിയെ സഹായിക്കണമെന്നതായിരുന്നു മറ്റൊരു ഏർപ്പാട്. ഭരണത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാൻ വിപുലമായ തോതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരുന്നു. കാര്യക്കാരന്മാർ ഭണ്ഡാരം വക നികുതികൾ പിരിക്കുകയും കൊട്ടാരം മേനോക്കികൾ അതിൻ്റെ കണക്ക് രാജസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്തു വന്നു. സാമൂതിരി കൊല്ലവർഷമാണ് ഔദ്യോഗിക രേഖകളിലും കണക്കുകളിലും ഉപയോഗിച്ചിരുന്നത്. 16-ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ കേരളത്തെക്കുറിച്ച് വിവരണങ്ങൾ എഴുതിയ ബർബോസ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സാമൂതിരി അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ അനേകം ഗുമസ്തന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ രാജാവിൽ നിന്നകന്ന് ഒരു പ്രത്യേകം മുറിയിൽ ബെഞ്ചുകളിലിരുന്ന് രാജകീയ നികുതി ഇനങ്ങളും രാജാവ് ദാനമായും ശമ്പളമായും കൊടുക്കുന്ന പണത്തിൻ്റെ കാര്യങ്ങളും രാജാവിന് സമർപ്പിക്കപ്പെടുന്ന പരാതികളുടെ വിവരങ്ങളും കരംപിരിവിൻ്റെ കണക്കുകളും എഴുതുന്നു. എഴുത്തുപകരണങ്ങളുമായി 7-8 പേർ രാജാവിൻ്റെ സമീപം എല്ലായ്പ്പോഴും നിൽക്കുന്നുണ്ടാവും. രാജാവ് ഏൽപ്പിച്ച എഴുതാത്ത പനയോലകൾ എപ്പോഴും അവരുടെ പക്കൽ കാണാം. അദ്ദേഹം കൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അവർ എഴുതിയെടുക്കുന്നു. തലസ്ഥാന നഗരിയായ കോഴിക്കോടിന് പ്രത്യേക ഭരണാധികാരിയും ചുങ്കമുദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. സാമൂതിരിക്ക് സുശക്തമായ സൈന്യ സജ്ജീകരണം ഉണ്ടായിരുന്നു. ഓരോ ദേശത്തുമുള്ള കളരിയിൽ വാളും പരിചയും അമ്പും വില്ലും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യാൻ നായർ യുവാക്കന്മാർക്ക് പരിശീലനം നൽകി വന്നു. കളരിയിലെ പരിശീലനം പൂർത്തിയായാൽ ഓരോ യുവാവും പതിവുള്ള അടിയറയുമായി നാടുവാഴിയെ ചെന്നു കാണും. നാടുവാഴി ആ യുവ സൈനികനെ പ്രാദേശിക സൈന്യത്തിൽ ഔപചാരികമായി അംഗമാക്കുകയും അതിന് തെളിവെന്ന നിലയിൽ ഒരു വാൾ സമ്മാനിക്കുകയും ചെയ്യും. നാടുവാഴിയുടെ അഭിമതം പോലെ യുദ്ധത്തിൽ ചേർന്ന് പടവെട്ടാൻ അയാൾ അന്നു മുതൽ കടപ്പെട്ടവനാണ്. കോഴിക്കോട് പോലെയുള്ള നഗരങ്ങളിൽ തലച്ചെന്നോർ എന്ന സേനാനായകന്മാരുടെ നേതൃത്വത്തിൽ സ്ഥിരം സൈന്യങ്ങൾ ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ കുതിരപ്പട കുതിരവട്ടത്ത് നായരുടെ മേൽനോട്ടത്തിലായിരുന്നു. വെടിക്കുരുക്കൾ എന്ന സ്ഥാനപ്പേരുള്ള തിനയഞ്ചേരി ഇളയതിൻ്റെ നേതൃത്വത്തിൽ പീരങ്കി വിഭാഗവും പ്രവർത്തിച്ചിരുന്നു. കപ്പൽ പടയാളികൾ പ്രധാനമായും മാപ്പിളമാരായിരുന്നു. കുഞ്ഞാലിമാർ അവരുടെ നായകന്മാരും. രാജാവു തന്നെയായിരുന്നു നീതി നിർവഹണത്തിൻ്റെ പരമാധികാരി. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തെ സഹായിച്ചു പോന്നു. പ്രത്യേക സന്ദർഭങ്ങളിൽ ശാസ്ത്രകോവിദന്മാരായ ബ്രാഹ്മണരുടെ സഹായവും അദ്ദേഹം സ്വീകരിച്ചെന്നു വരും. വ്യവഹാരം ആർക്കും സൗജന്യമായിരുന്നു. പരാതിക്കാരുടെ പക്കൽ നിന്ന് പ്രതിഫലമൊന്നും ഈടാക്കിയിരുന്നില്ല. വസ്തുസംബന്ധമായ തർക്കങ്ങൾ തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തുകളാണ്.
അധമർണന്മാരോട് യാതൊരു ദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. അവർ യഥാസമയം കടം വീട്ടുക തന്നെ വേണമായിരുന്നു. ക്രിമിനൽ കുറ്റങ്ങളെ സംബന്ധിക്കുന്ന നീതി നിർവഹണം മിക്കവാറും പ്രാകൃതമായിരുന്നെന്ന് പറയാം. സന്മാർഗധ്വംസനം, മതാചാര നിഷേധം മുതലായ കുറ്റങ്ങളെക്കുറിച്ച് തീരുമാനിക്കാൻ ബ്രാഹ്മണ സമിതികളെ ഏർപ്പെടുത്തിയിരുന്നു. ഇവരാണ് നമ്പൂതിരി സ്ത്രീകളുടെ സദാചാര ഭംഗത്തെപ്പറ്റി വിചാരണ നടത്തി വിധി കൽപ്പിച്ചിരുന്നത്. ഈ വിചാരണാ പരിപാടിക്ക് സ്മാർത്ത വിചാരം എന്ന് പറയും. സ്മാർത്ത വിചാരത്തിൽ അപരാധിനികളെന്ന് തെളിയുന്ന അന്തർജനങ്ങളെ ജാതിയിൽ നിന്ന് പുറന്തള്ളുകയായിരുന്നു പതിവ്. കൊല, കൊള്ള, പിടിച്ചുപറി, രാജ്യദ്രോഹം തുടങ്ങിയ കുറ്റങ്ങൾക്ക് വധമായിരുന്നു ശിക്ഷ. സാധാരണമായ കുറ്റങ്ങൾക്ക് പോലും ചാട്ടവാർ കൊണ്ടടിക്കുക, മുക്കാലിയിൽ കെട്ടിയടിക്കുക, അംഗം ഛേദിക്കുക മുതലായ ശിക്ഷകൾ നൽകിയിരുന്നു. ബ്രാഹ്മണരെ ഈ മാതിരി ശിക്ഷകളിൽ നിന്നെല്ലാം ഒഴിവാക്കിയിരുന്നു. സാംസ്കാരിക പുരോഗതി. കോഴിക്കോട്ടെ ആദ്യകാല സാമൂതിരിമാർ കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് വിലപ്പെട്ട സംഭാവന നൽകിയവരാണ്. മറ്റു രംഗങ്ങളിൽ അവർക്കുണ്ടായ വമ്പിച്ച നേട്ടങ്ങളെക്കാൾ മഹത്തായിരുന്നു വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും മേഖലകളിൽ അവർ അനുഷ്ഠിച്ച സേവനങ്ങൾ. മഹാപണ്ഡിതന്മാരും ശാസ്ത്രങ്ങളുടെയും സാഹിത്യാദി കലകളുടെയും ഉദാര സംരക്ഷകന്മാരുമായിരുന്ന അവരുടെ ഭരണകാലത്ത് കോഴിക്കോട്ട് നഗരം പണ്ഡിതന്മാരുടെയും കവികളുടെയും സങ്കേതമായി മാറി. സാഹിത്യരംഗത്ത് സുപ്രശസ്തനായ സാമൂതിരിമാരിൽ പ്രമുഖൻ 1466 തൊട്ട് 1471 വരെ നാടുവാണ മാനവിക്രമനാണ്. മുരാരിയുടെ അനർഘരാഘവത്തിന് അദ്ദേഹം രചിച്ച വിക്രമീയ വ്യാഖ്യ മഹാന്മാരായ സംസ്കൃത പണ്ഡിതന്മാർക്കിടയിൽ അദ്ദേഹത്തിന് ചിരപ്രതിഷ്ഠ നേടിക്കൊടുത്തു. 18 കവികൾ എന്നറിയപ്പെടുന്ന 18 രാജകീയ കവികൾ അദ്ദേഹത്തിന്റെ വിദ്വത് സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഇവരിൽ ഏറ്റവും പ്രശസ്തരാണ് ഉദ്ദണ്ഡ ശാസ്ത്രികളും 2 പയ്യൂർ ഭട്ടതിരിമാരും, മഹർഷിയും അദ്ദേഹത്തിന്റെ മകൻ പരമേശ്വരനും. കാക്കശ്ശേരി ദാമോദര ഭട്ടതിരിയും ചേന്നാസ് നാരായണൻ നമ്പൂതിരിയും പുനം നമ്പൂതിരിയും തൊണ്ടൈ മണ്ഡലത്ത് ചെങ്കൽപ്പെട്ട് ജില്ല ലാടപുരത്ത് നിന്ന് കോഴിക്കോട്ട് വന്ന ഉദ്ദണ്ഡന്റെ കൃതികളാണ് കോകില സന്ദേശവും മല്ലികാമാരുതവും. മികച്ച മീമാംസാ പണ്ഡിതന്മാരായിരുന്നു പയ്യൂർ ഭട്ടതിരിമാർ. മാനവിക്രമന്റെയും മങ്ങാട്ടച്ചന്റെ മകളായ വസുമതിയുടെയും വിവാഹത്തെ ഇതിവൃത്തമാക്കി രചിച്ച വസുമതീമാന വിക്രമം എന്ന സംസ്കൃത നാടകത്തിന്റെ കർത്താവാണ് കാക്കശ്ശേരി ഭട്ടതിരി. താന്ത്രിക വിധികളെയും ക്ഷേത്ര വാസ്തുവിദ്യയെയും അധികരിച്ച് ചേന്നാസ് നാരായണൻ നമ്പൂതിരി നിർമ്മിച്ച സുപ്രസിദ്ധ ഗ്രന്ഥമാണ് തന്ത്രസമുച്ചയം. 18 കവികളിൽ പുനം നമ്പൂതിരി മാത്രമാണ് മലയാള കവി എന്ന നിലയിൽ കീർത്തി നേടിയത്. പുനത്തിന്റെ പാണ്ഡിത്യത്തിലും കവിത്വ സിദ്ധിയിലും ബഹുമാനം തോന്നിയ ഉദ്ദണ്ഡൻ അദ്ദേഹത്തിന് പട്ടു സമ്മാനിച്ച കഥ പ്രസിദ്ധമാണല്ലോ. രേവതി പട്ടത്താനമെന്ന സപ്തദിന വിദ്വത് സദസ്സിന്റെ ആസ്ഥാനമെന്ന നിലയിൽ കോഴിക്കോട് വിഖ്യാതമായിരുന്നു. തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ആരംഭിക്കുന്നതുകൊണ്ടാണ് ആ സദസ്സിന് രേവതി പട്ടത്താനമെന്ന പേരുണ്ടായത്. എല്ലാ കൊല്ലവും കോഴിക്കോട്ടെ തളിയിൽ ക്ഷേത്രത്തിൽ വെച്ച് സാമൂതിരിയുടെ സംരക്ഷണത്തിൽ സമ്മേളിക്കാറുണ്ടായിരുന്ന ആ പണ്ഡിത സദസ്സിൽ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല വെളിയിൽ നിന്ന് പോലും വിദ്വാൻമാർ പങ്കെടുത്തിരുന്നു. വാദപ്രതിവാദങ്ങളിൽ അനിതര സാധാരണമായ പാണ്ഡിത്യം പ്രകടമാക്കുന്ന പണ്ഡിത വരേണ്യന്മാർക്ക് പട്ടത്താനം നൽകി വന്നു. ഇങ്ങനെ പട്ടത്താനം ലഭിച്ചവരായിരുന്നു ഉദ്ദണ്ഡനും കാക്കശ്ശേരിയും മറ്റും. ഈ വാർഷിക സദസ്സിൽ പങ്കെടുക്കാനാണ് ഉദ്ദണ്ഡൻ ആദ്യമായി കോഴിക്കോട്ട് വന്നത്. കാക്കശ്ശേരി ഉദ്ദണ്ഡനെ പരാജയപ്പെടുത്തിയ കഥ പട്ടത്താനത്തിന്റെ ചരിത്രത്തിലെ രസകരമായ സംഭവങ്ങളിൽ ഒന്നാണ്. രേവതി പട്ടത്താനത്തിൽ ഭട്ടസ്ഥാനം നേടുക ഏത് പണ്ഡിതനും എളുപ്പമായിരുന്നില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിക്ക് പോലും 6 പ്രാവശ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് ഭട്ടപദവി നൽകിയത്. കേരളത്തിലെ എല്ലാ സഭാമഠങ്ങളുടെയും പ്രതിനിധികൾ രേവതി പട്ടത്താനത്തിൽ പങ്കെടുത്തിരുന്നു. പയ്യൂർ മനയ്ക്കലെ പ്രധാനിയായിരുന്നു വിധികർത്താക്കളിൽ പ്രമുഖൻ. മീമാംസ, വ്യാകരണം, വേദാന്തം മുതലായ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. വിധികർത്താക്കൾ നൽകിയ പേരുകൾ 7-ാം ദിവസം മങ്ങാട്ടച്ചൻ സദസ്സിനു മുൻപാകെ വായിക്കുകയും ജേതാക്കൾക്ക് സാമൂതിരി പട്ടത്താനവും പണക്കിഴിയും സമ്മാനിക്കുകയും ചെയ്തു വന്നു. മാമാങ്കം കൊണ്ട് രാഷ്ട്രീയ രംഗത്തെന്ന പോലെ രേവതി പട്ടത്താനം കൊണ്ട് സാംസ്കാരിക രംഗത്തും സാമൂതിരി അതുല്യ പദവിയിലെത്തി. കേരളത്തിലെ നൃത്യകലയുടെ പരിണാമത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കഥകളിയുടെ വളർച്ചയ്ക്ക് സാമൂതിരി രാജവംശത്തിന്റെ സംഭാവന വിലപ്പെട്ടതാണ്.
പിൽക്കാലത്തെ ഒരു സാമൂതിരിയായ മാനവേദൻ 1655-1658 കൃഷ്ണനാട്ടം എന്ന നൃത്തനാടക രൂപം സംവിധാനം ചെയ്തു. ശ്രീകൃഷ്ണന്റെ ജീവിതകഥ 8 കാണ്ഡങ്ങളായി വിഭജിച്ച് സംസ്കൃതത്തിൽ ഇദ്ദേഹം രചിച്ച കൃഷ്ണഗീതി എന്ന കാവ്യമാണ് കൃഷ്ണനാട്ടത്തിന് വാചികാംശമായി ഉപയോഗിച്ചത്. കഥകളി രൂപാന്തരപ്പെടുത്തുന്നതിൽ കൃഷ്ണനാട്ടം വ്യക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കോഴിക്കോടിനെ കുറിച്ച് വിദേശ സഞ്ചാരികൾ. മധ്യകാലത്ത് കേരളക്കര സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് സാമൂതിരിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ സ്ഥിതിഗതികളെക്കുറിച്ചും നമുക്ക് പല കാര്യങ്ങളും ഗ്രഹിക്കാം. കോഴിക്കോടിനെ പറ്റി ആദ്യമായി ചില വിവരങ്ങൾ ലഭിക്കുന്നത് ആ സ്ഥലം 6 തവണയെങ്കിലും സന്ദർശിച്ചിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ 1342-1347 തൂലികയിൽ നിന്നാണ്. മലബാറിലെ വലിയ തുറമുഖങ്ങളിലൊന്ന് എന്നും ഇവിടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാരെ കാണാം എന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. ലേഖകൻ തുടർന്നു പറയുന്നു, ഈ സ്ഥലത്തെ രാജാവ് അവിശ്വാസിയാണ്. അദ്ദേഹം റോമിലെ ഹൈദരി ഫക്കീർമാരെ പോലെയാണ് മുഖം ക്ഷൗരം ചെയ്യുന്നത്. ഞങ്ങൾ ആ സ്ഥലത്തെത്താറായപ്പോൾ ആളുകൾ ഞങ്ങളെ സന്ദർശിക്കാൻ വന്നു. ഒരു വലിയ ജനക്കൂട്ടം ഞങ്ങളെ തുറമുഖത്തെത്തിച്ചു. ഇവിടെയുള്ള മുഹമ്മദീയ വ്യാപാരികളിൽ ഭൂരിഭാഗത്തിനും ഇവിടെ കൂടിക്കിടക്കുന്ന എല്ലാ കപ്പലുകളിലെയും ചരക്കുകൾ ഒന്നിച്ചു വാങ്ങാനും ഇതുപോലുള്ള കപ്പലുകൾ സ്വന്തമായി നിർമ്മിക്കാനും കഴിവുണ്ട്. തൻ്റെ സന്ദർശനാവസരത്തിൽ കോഴിക്കോട്ട് തുറമുഖത്ത് നങ്കൂരമടിച്ചു കിടന്നിരുന്ന വലിയ ചീനക്കപ്പൽ കൂട്ടത്തെക്കുറിച്ചും ആ ആഫ്രിക്കൻ സഞ്ചാരി പരാമർശിക്കുന്നു. അടുത്തതായി കോഴിക്കോട്ട് സന്ദർശിച്ച വിദേശികളിൽ പ്രധാനി ചീനക്കാരനായ മാഹുവാൻ എന്ന മുസ്ലിമാണ്. സാമൂതിരിയുടെ രാജ്യത്ത് കുരുമുളകും തെങ്ങും വലിയ തോതിൽ കൃഷി ചെയ്തിരുന്നത് അദ്ദേഹത്തെ അത്യന്തം ആകർഷിച്ചു. കോഴിക്കോട്ടെ ജനസംഖ്യയിൽ മുസ്ലിങ്ങളായിരുന്നു ഗണനീയമായ ഒരു വിഭാഗം. അവരുടെ മതാനുഷ്ഠാനങ്ങൾക്ക് 20-30 ഇടയ്ക്ക് പള്ളികൾ ഉണ്ടായിരുന്നതായും മാഹുവാൻ പറയുന്നു. തുറമുഖത്തെ ചരക്കുകൾക്ക് വില നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചും കൈവിരലും കാൽവിരലും ഉപയോഗിച്ച് അവർ കൃത്യമായി കണക്കുകൂട്ടുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വലിയ മതിപ്പ് തോന്നി. സാമൂതിരിമാരുടെ മരുമക്കത്തായമനുസരിച്ചുള്ള മനുഷ്യാവകാശത്തെപ്പറ്റിയും അത്ഭുതം കലർന്ന ഭാഷയിൽ മാഹുവാൻ പറയുന്നുണ്ട്. 1442 അബ്ദുൾ റസാഖിന്റെ സന്ദർശന കാലത്ത് അറബി രാജ്യങ്ങളുമായുള്ള വാണിജ്യം കോഴിക്കോട്ട് തുറമുഖത്ത് വളരെ വർദ്ധിച്ചിരുന്നു. ചൈനയുമായുള്ള കച്ചവടത്തിന് ഉടവു തട്ടി. അബ്ദുൾ റസാഖ് പറയുന്നു, കോഴിക്കോട്ടെ തുറമുഖം തികച്ചും സുരക്ഷിതമാണ്. ഓർമുസിൽ എന്ന പോലെ ഇവിടെയും എല്ലാ നഗരങ്ങളിൽ നിന്നും എല്ലാ രാജ്യങ്ങളിൽ നിന്നും വ്യാപാരികൾ ഒന്നിച്ചു ചേരുന്നു. സമുദ്ര വാണിജ്യമുള്ള രാജ്യങ്ങളിൽ നിന്ന്, വിശേഷിച്ചും അബിസീനിയ, സിർബാദ്, സൻസിബാർ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിയ വിലപ്പെട്ട ചരക്കുകൾ ഇവിടെ എത്ര വേണമെങ്കിലും കാണാം. ദൈവവസതിയുടെ തീരത്ത് നിന്നും ഹെഡ്ജാസിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കൂടെ കപ്പലുകൾ വന്നു ചേരുകയും ഏറെക്കാലമോ കുറച്ചുനാളോ യഥേഷ്ടം തുറമുഖത്ത് തങ്ങുകയും ചെയ്യുന്നു. അസുഖകരമായ ഒരു തീരപ്രദേശത്താണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. അവിശ്വാസികളാണ് നഗരവാസികൾ. ഒട്ടേറെ മുസൽമാന്മാർ ഇവിടെ സ്ഥിരവാസക്കാരായുണ്ട്. അവർ 2 പള്ളികളും നിർമ്മിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച തോറും അവർ ഈ പള്ളികളിൽ ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുരോഹിതനായി ഒരു കാദിയാരെ ഉള്ളൂ. അവർ ഏറിയ കൂറും ഷാഫികളാണ്. കടൽ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ധനികരായ വ്യാപാരികൾ കൊണ്ടുവരുന്ന വമ്പിച്ച ചരക്കുകൾ കരക്കിറക്കി അങ്ങാടികളിലേക്കും കമ്പോളങ്ങളിലേക്കും അയക്കുന്നത് എണ്ണിത്തിട്ടപ്പെടുത്തുകയോ കാവലേർപ്പെടുത്തുകയോ ചെയ്യാതെയാണ്. അങ്ങനെ ചെയ്യേണ്ടതുണ്ടെന്ന ചിന്ത പോലും അവർക്കില്ല. സുരക്ഷിതത്വവും നീതിബോധവും അത്രത്തോളം സുദൃഢമായിരുന്നു. ചുങ്കപ്പുരയിലെ ഉദ്യോഗസ്ഥന്മാർ രാത്രിയും പകലും ചരക്ക് കാത്തുസൂക്ഷിച്ചുകൊള്ളും. ഒരു ചരക്കിൻ്റെ വിൽപ്പന നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ 40-1 ചുങ്കം ചുമത്തുന്നു. ചരക്ക് വിറ്റിട്ടില്ലെങ്കിൽ ചുങ്കം ഈടാക്കുകയില്ല. മറ്റ് ചില സ്ഥലങ്ങളിൽ വിചിത്രമായ ഒരേർപ്പാടുണ്ട്. ഒരു പ്രത്യേക സ്ഥലം ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന കപ്പൽ കാറ്റിൽപ്പെട്ട് ഏതെങ്കിലും ഒരു കരയ്ക്കടുത്തു പോയാൽ സ്ഥലവാസികൾ ചുറ്റിക്കൂടുകയും ഈശ്വര നിശ്ചയത്താൽ കാറ്റാണ് അവിടെ കപ്പലെത്തിച്ചത് എന്ന നാട്യത്തിൽ കൊള്ളയടിക്കുകയും ചെയ്യും. എന്നാൽ കോഴിക്കോട്ട് ഇങ്ങനെയൊരു കപ്പൽ അടുത്താൽ മറ്റു കപ്പലുകൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും അതിന് ലഭിക്കും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയുമില്ല. അനന്തരകാലത്ത് കോഴിക്കോട്ട് വന്ന നിക്കോളോ കോണ്ടിയും 1444, അത്തനേഷ്യസ് നിക്കിത്തിനും 1468-1474, കുരുമുളക്, ഇഞ്ചി, ഏലം എന്നിവയിലും മറ്റ് സുഗന്ധദ്രവ്യങ്ങളിലും കോഴിക്കോട്ട് നടന്നുകൊണ്ടിരുന്ന സമൃദ്ധമായ വാണിജ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്.
കോഴിക്കോട്ട് നഗരത്തിലെ വലിയങ്ങാടി നികിതിനെ വളരെ ആകർഷിച്ചു. ഇങ്ങനെ സാമൂതിരിയുടെ രാജ്യത്ത് പോർച്ചുഗീസുകാരുടെ വരവിന് മുൻപ് നിലനിന്ന വാണിജ്യശ്രീയുടെയും സാമ്പത്തികാഭ്യുദയത്തിൻ്റെയും നല്ലൊരു ചിത്രം വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു.